ഒരു വചനം അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചോട്ടോ. വളരെ പവർഫുൾ ആയ ഒരു വചനമാണ്. ഏഷ്യ 52 അതിന്റെ 2-ാമത്തെ വാക്യം. ഐസിയ ചാപ്റ്റർ 52 വേഴ്സ് 2 വായിക്കുന്ന ഇങ്ങനെയാണ് വചനം. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. നല്ല ഹൃദയത്തോടെ അത് കാണപ്പാടം പഠിക്കണം. ഏഷ്യ 52:2 ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ചാടി എഴുന്നേറ്റോളാൻ വചനം പറയാണ്. എവിടെ കടന്നു പോയി കാണും, ഇരുന്ന് പോയി കാണും. പക്ഷെ കടന്നു പോയാണ് ഇരുന്ന് പോയത്. ഇരുന്നതും കടന്നതൊക്കെ ഈശോടെ അടുത്താന്ന് ഓർത്തോളം ചാടി എഴുന്നേക്കണം. ഈ കെട്ടുകളൊക്കെ പൊട്ടിക്കണം. ആ പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിലാണ് മുമ്പേ പറഞ്ഞത്, അങ്ങ് ചെല്ല് ഈശോയുടെ അടുത്തേക്ക്. സകല കെട്ടും സകല ബന്ധവും അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഈ പവർഫുൾ ഈശോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്റെ കൊച്ചിങ്ങനെ ഇങ്ങനെ അവിഞ്ഞ് കിടക്കരുത്, ഇങ്ങനെ പൊടി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ഇങ്ങനെ നമ്മളിങ്ങനെ 2 തട്ടൊക്കെ തന്നെ എഴുന്നേക്കടി എന്നൊക്കെ പറഞ്ഞ് ഈശോ എഴുന്നേപ്പിച്ചോളും. ആ സമയത്ത് എഴുന്നേറ്റോണം. ചുമ്മാ അയ്യോ കർത്താവേ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്, ചാട്ടി എഴുന്നേറ്റണം. എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ ഈശോ എന്നെ കൈപിടിച്ചുണ്ടെന്ന് പറഞ്ഞ് ബന്ധനസ്ഥയായ ജെറുസലേമേ, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, സടകുടഞ്ഞ് എഴുന്നേക്കുക. പൊടിയിൽ നിന്ന് തട്ടിപ്പടച്ചെഴുന്നേക്കുക. നിന്റെ ബന്ധനങ്ങളെ, നിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയാൻ നിനക്ക് ഈശോയുണ്ട്. ആ ഈശോയുടെ കൈപിടിച്ച് വാക്ക് ഫ്രണ്ട് മുമ്പോട്ട് നടക്കുക. നമ്മൾ എന്തായാലും ഇച്ചിരി സങ്കടപ്പെടും, നമ്മൾ ഇച്ചിരി വിഷമിക്കും. ഇന്നത്തെ വിഷമിച്ചല്ലോ, അതുകൊണ്ട് ഇറക്കി വെച്ച് നാളെ സൂപ്പർ പവറായിട്ട് ഈശോയുടെ പവറുകളോടെ ഈശോയുടെ കൈപിടിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഈശോയുടെ നാമം നിങ്ങളെ ശക്തി